ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പം ഇതെൻ്റെ കിച്ചണാണ്. ഈ കിച്ചൺ ഒന്ന് മൊത്തത്തിൽ മാറ്റിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് നാൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നു എനിക്കിതൊന്ന് മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഇപ്പോഴാട്ടോ ടൈമൊക്കെ കിട്ടിയത്. അപ്പം ഞാൻ ഈ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട്, കുറച്ചൊന്നുമല്ല, ഒരു 2-3 സാധനമേ മേടിച്ചിട്ടുള്ളേ. അപ്പം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ പൊടിയൊക്കെ അങ്ങ് അടിച്ച് കളയുവാണേ. പിന്നെ കറുത്തിട്ടിരിക്കുന്ന മതിൽ പിടിച്ചിരിക്കുന്നത് ഗ്യാസിൽ നിന്ന് വരുന്ന പുകയുടേതാണ്. പുകയുടെ പിടിച്ചിരിക്കുന്നതാണ്. അത് നല്ലപോലെ കഴുകി തുടച്ചാലേ അത് പോകത്തുള്ളൂ. അപ്പം അതൊക്കെ വൃത്തിയാക്കണം. ഇതൊരു ചെറിയ അടുക്കളയായതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലത്തിന് പരിമിതികളുണ്ട്. അപ്പം ഉള്ള രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ചെയ്യാൻ നോക്കുന്നത്. എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് എന്താകുമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. സൈഡിലൊക്കെ വെള്ള ടൈലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പുക പിടിക്കുന്നുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ എടുത്തറിയുന്നുണ്ട്. വെള്ളയായതുകൊണ്ടാണ് എടുത്തറിയുന്നത്. അപ്പം നമുക്ക് വെള്ളയായതുകൊണ്ട് തന്നെ എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കണം. ടൈലിൽ തുടയ്ക്കുന്ന കുഴപ്പമില്ല കേട്ടോ. ഈ ഗ്യാസ് സ്റ്റവ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതുകൊണ്ട് ഊരിയെടുത്ത് താഴെ വെക്കാനായിട്ട് പാടാണ്. എനിക്കിത് സെറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഊരിയൊന്നും എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചിട്ട് തുടയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഈ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ പോയി കിടക്കുവാണെങ്കിൽ ഒരു ദിവസം പൊട്ടിത്തെറിച്ചായിരുന്നു. ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല. ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചൂടടിക്കുമ്പോഴത്തേനും അങ്ങ് പൊട്ടിത്തെറിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചതായിരുന്നു. വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഗ്യാസ് ഓട്ടിച്ചുകൊണ്ട് പോകണം. എനിക്ക് പണ്ട് മുതലേ ഗ്യാസ് പേടിയാണ്. അപ്പോൾ കല്യാണത്തിന് മുന്നേ ഞാൻ ഗ്യാസൊന്നും ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. സ്റ്റൗവിൻ്റെ അടുത്ത് പോലും ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പം കത്തിക്കാനൊക്കെ ആയാലും അമ്മയോ അനിയത്തെയൊക്കെ വന്നാണ് ഇന്നേ കത്തിച്ച് തരുന്നത്. എനിക്കിങ്ങനെ ലൈറ്റർ വെച്ച് അടിക്കുമ്പോഴത്തേനും എനിക്ക് പറ്റത്തില്ലായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ഗ്യാസൊക്കെ ഇങ്ങനെ കത്തിക്കാനും എല്ലാം തുടങ്ങിയത്. അതും ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. ലൈറ്ററൊന്നും യൂസ് ചെയ്യണ്ടല്ലോ. ആ ഒരു ഭാഗത്തെ മാത്രം എത്ര തുടച്ചിട്ടും പോകുന്നില്ലായിരുന്നു കേട്ടോ. അതിന് വേണ്ടി ഒരുപാട് സമയം എടുത്തേ. പിന്നെ മതിലിലേക്ക് ആണെങ്കിലും തേച്ച് കഴുകിയാലും പോകത്തില്ല. അവിടെ തന്നെ അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഞാൻ വാൾപേപ്പർ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ജനലിൻ്റെ കമ്പിയിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണേ. അപ്പം പെയിൻ്റ് അടിക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ അടിച്ച് കൊടുക്കാറുണ്ട്. അതൊരു ബ്രൗൺ കളറായിരുന്നു. ആ പെയിൻറ്റ് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ബ്ലാക്ക് അടിക്കാമെന്നേ. അപ്പം ഇത് ജനലൊക്കെ അടിക്കുന്ന പെയിൻ്റാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ടിന്നറും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ടിന്നറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. പെയിൻ്റ് അടിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. പിന്നെ എന്നെക്കൊണ്ട് പറ്റാത്തത് മാത്രമായിരിക്കും ഞാൻ ആരെയിലേക്ക് വിളിക്കുക. ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ജിത്താണെങ്കിൽ വെളുപ്പിനെ 4 മണിക്കാണ് ജോലിയും കഴിഞ്ഞ് വന്നത്. അപ്പോൾ ആളെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കാണെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് വെയിറ്റിൻ്റെയൊക്കെ ഒരു വിഷയമുള്ളൂ. വെയിറ്റൊക്കെ ഒരുപാട് പൊക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇവിടെ ഇരുന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, തല തട്ടുവേ. അതുകൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്നേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റത്തോളെ. ഒരുപാട് നേരം ഇങ്ങനെ കുത്തിയിരുന്ന് അടിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ തീർക്കാൻ നോക്കുവാണെങ്കിൽ ആദ്യമേയൊക്കെ ഇങ്ങനെ സ്ലോ ചെയ്തെങ്കിലും പിന്നെ ഞാൻ അവിടെ ഇവിടെ തൊടാത്ത രീതിയിൽ എങ്ങനെയൊക്കെ അടിച്ച് തീർക്കണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഫൈനൽ റിസൾട്ട് അടിപൊളിയായാൽ മതിയായിരുന്നു. എനിക്ക് ആ ഒരു മൈൻഡിലാണ്. ഇവിടെ ചിലവയൊക്കെ ഓൾറെഡി ഫിറ്റിംഗ് ആയിരുന്നേ. അപ്പോൾ അതിൽ കൊണ്ടെൻ്റെ കൈയൊക്കെ അങ്ങ് മുറിഞ്ഞായിരുന്നു. പക്ഷേ ആ വേദനയൊന്നും ഞാൻ അറിയുന്നില്ല. ഈ ജോലി എങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു സെറ്റപ്പിൽ നിന്നെയാണേ. അപ്പോൾ പിന്നെ അത് കണക്ക് തന്നെ നമ്മൾ ചിലവ തേങ്ങ തിരികെ ഇവിടുത്തെ കുറച്ച് ഭാഗത്തെ ടൈൽസൊക്കെ അങ്ങ് പോയേ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ കറണ്ടൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നേ. കറണ്ട് വന്നും പോയി നിന്നെയാണ്. അപ്പോൾ വീഡിയോയിൽ എടുക്കാനൊക്കെ എനിക്ക് ഇച്ചിരി ഡിസ്റ്റർബൊക്കെ ഉണ്ടായിരുന്നു. മോന് ഫുഡ് കൊടുക്കാനുള്ള സമയമായേ. അപ്പോഴത്തേനും അനിയത്തി കൊടുത്തിട്ട് കഴിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ പോകേണ്ടി വന്നു. അങ്ങനെ ടിന്നറൊക്കെ വെച്ച് കൈ ഉടച്ചിട്ട് ഞാനങ്ങ് പോവുകയാണേ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേനും ഇത് ഉണങ്ങുകയും ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കാനായിട്ട് പോവുകയാണേ. ഇത് ഞാൻ ഈ മീഷോയിൽ നിന്ന് മേടിച്ച വാൾപേപ്പറാണേ. അപ്പോൾ ഒരെണ്ണം മേടിച്ചപ്പോൾ 2 ഫ്രീ കിട്ടി. എന്നാലും നീളം ഉണ്ടായിരുന്നു, പക്ഷേ വീതി കുറവായിരുന്നേ. ഇത് 3 കൂടി 174 രൂപയാണ് ആയത്. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമായിരുന്നേ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പുറത്തെ ഭാഗത്ത് ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യമേ നമ്മളൊരു സാമ്പിൾ മേടിച്ച് നോക്കണമല്ലോ. ഇത് ഒട്ടുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഒരാളുടെ ഹെൽപ്പും കൂടി വേണമായിരുന്നു. കാര്യം ഇങ്ങനെ വലിച്ചിളക്കുമ്പോഴത്തേന് എയർ കയറാത്ത രീതിയിലാണ് ഇത് ഒട്ടിക്കേണ്ടത്. എയർ കയറി കഴിഞ്ഞാൽ പിന്നെ ചുളിവും വീഴുകയും പിന്നെ കാണാനൊരു ഭംഗി കാണത്തില്ല. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് ഒട്ടിക്കണം. പിന്നെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എല്ലാം മുട്ട് കുത്തിയിട്ട് വേണേ ചെയ്യാൻ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. ആ ഒരെണ്ണം ഒട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പം ബാക്കി ഒട്ടിക്കാനുള്ള തോര എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം അതും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് അവിടെ 2 ആണി വരുന്നുണ്ട്. അപ്പോൾ ആണി ഇളക്കാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ പുറത്തൂടെ വേണേൽ ഒട്ടിക്കാൻ. അപ്പോൾ ഒരു ഹോളൊക്കെ ഇട്ട് കൊടുക്കണം, എന്നാലേ പറ്റത്തുള്ളേ.
ഒത്തിരി വാൾപേപ്പറൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഡിസൈനിലൊക്കെ ഉള്ള വാൾപേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലാകുമ്പോൾ കിച്ചണിൽ നമുക്ക് ഒരുപാട് പൂക്കളുണ്ട് അങ്ങനത്തെയൊക്കെ ഒട്ടിച്ച രസം കാണൂലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വാൾപേപ്പർ സെലക്ട് ചെയ്തത്. പിന്നെ കുറേ കോഫി കപ്പിൻ്റെയും അങ്ങനത്തെയൊക്കെ കുറേ വരുന്നുണ്ടായിരുന്നേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നേ. അതൊക്കെ പഴയ ഫാഷനായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചുടുകട്ടയാണ് ഇഷ്ടപ്പെട്ട. ഇതാകുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഈ ഭാഗത്ത് ഒട്ടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ജിത്തിനെ ഒന്ന് വിളിച്ചായിരുന്നു ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ ബാക്കിലൊരു സ്റ്റിക്കറാണ് വരുന്നത്. ആ സ്റ്റിക്കർ വലിച്ചിളക്കുമ്പോഴത്തേനും നമ്മൾ അത് ഒട്ടിച്ചൊടിച്ച് പോകണേ, അപ്പോൾ പിടിക്കാനായിട്ട് ഒരാൾ വേണമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒരു ആണിയും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് ഹോളും കൂടി കറക്റ്റിന് ഇട്ട് കൊടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ജിത്തിനെയും കൂടി വിളിച്ചത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വാൾപേപ്പർ ഒട്ടിക്കുമ്പോഴത്തേനും കറക്റ്റ് ആ ഡിസൈനിൽ വരുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കാൻ നോക്കുക. കാര്യം കട്ട് പീസൊക്കെ ആകുമ്പോഴത്തേനും കറക്റ്റ് ആ ഡിസൈൻ അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റുമോ. അപ്പം നമ്മൾ ആ കട്ടയൊക്കെ വരുന്ന രീതിക്ക് തന്നെ ഒട്ടിക്കാൻ നോക്കണം, അല്ലെങ്കിൽ നല്ല വൃത്തികേടായിരിക്കും. പിന്നെ നമ്മൾ ഒട്ടിച്ചിട്ട് അത്ര രസമായിട്ട് തോന്നത്തില്ല. അപ്പം നമ്മൾ കട്ട് പീസായിട്ട് തോന്നാത്ത രീതിയിലാണ് ഒട്ടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു പീസ് ഒട്ടിച്ച രീതിക്ക് തന്നെ തോന്നണം, ഒരേ ഡിസൈൻ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിലായി പോകുകയെ. ഇത് 100 സെൻറ്റിമീറ്ററിൻ്റെ 3 പീസുകളാണ്. അപ്പം നമുക്കിവിടെ ബാക്കി ടൈൽസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ തികഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒട്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്തില്ല, അപ്പുറത്തെ സൈഡിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പീസില്ല. പിന്നെ എനിക്ക് വേസ്റ്റ് ആക്കാനും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കട്ട് പീസൊക്കെ ആ സൈഡിലോട്ട് മാത്രം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ 3 പീസും കൂടി മേടിക്കുവാണെങ്കിൽ മൊത്തത്തിലായിട്ട് ഒട്ടിക്കാൻ പറ്റുമേ. എത്ര നാൾ കിടക്കുമെന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് പിന്നെ നമുക്കൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒട്ടിച്ച് എങ്ങനെ ഇരിക്കും എന്നൊക്കെ. പക്ഷേ ലുക്കൊക്കെ അടിപൊളിയാണ്. ഇനി എത്ര നാൾ കിടക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പം മഴയൊക്കെ ആകുമ്പോഴത്തേന് ഈർപ്പം അടിച്ചിട്ടേ ഇതങ്ങ് പശ ഇളകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടേ. പെയിൻറ്റ് മേടിച്ച് കാശ് കളയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ വാൾപേപ്പറാന്ന് തോന്നി. ഭംഗിയും കാണും, അതേപോലെ തന്നെ കുറച്ച് പെയിൻറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇളകി പോകുമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ വാൾപേപ്പർ തന്നെയാണ് ബെറ്ററായിട്ട് തോന്നിയത്. എനിക്കിത് ഒട്ടിച്ചപ്പോൾ തന്നെ നല്ല മാറ്റം തോന്നിച്ചു കേട്ടോ. അടുക്കളയിൽ നേരത്തെ ഉള്ളതിനേക്കാളും ഒരു പ്രത്യേക ഒരു ലുക്ക് തോന്നുന്നുണ്ട്. വീഡിയോയിലൊക്കെ എത്രത്തോളം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് നല്ല ലുക്ക് ഉണ്ടായിരുന്നേ കാണാനായിട്ട്. ബാക്കി വന്ന പീസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒട്ടിക്കാൻ നേരം ആ മൂലയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ഞാൻ ആ ഡിസൈൻ വരുന്ന രീതിയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കിയിട്ടുണ്ടേ. ആ മൂലയിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ചെറിയൊരു മഞ്ഞ കളർ കാണുന്നുണ്ട്. അപ്പോൾ ആ മൂലയിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഫൈനൽ ലുക്ക് കണ്ടില്ലേ, ഒരു രസമുണ്ടല്ലോ കാണാനായിട്ട്. ഡിസൈനൊക്കെ ആയാലും അറിയാത്ത രീതിയിൽ ആ രീതിയിൽ ഇതേ കണക്കത്തെ കട്ട് പീസൊക്കെയാണ് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തത്. പക്ഷേ ആ ഡിസൈന് ഞാൻ ഒരേപോലെ വരുന്ന രീതിക്ക് തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഞാനിത് കണക്കൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു മാറ്റ് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ജനലിലേക്ക് ഒന്ന് വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഫ്രണ്ടിൽ കിടന്ന ചവിട്ടിയാണ്. അപ്പോൾ അവിടെ പുതിയത് മേടിച്ചപ്പോഴത്തേനും ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്തേ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിരിച്ചിടുമ്പോഴത്തേനും വേറൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ വീട്ടിലൊക്കെ ഇടുന്ന, അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കാണ് ഈ വീടിൻ്റെ അകത്തൊക്കെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല, മോനുള്ളതുകൊണ്ട് തന്നെ താഴെയൊന്നും വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വാഷിംഗ് ബേസിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയിലോട്ടും കൊണ്ടുവെക്കുവാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ചിലവർക്ക് ഇഷ്ടമൊന്നുമല്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പാടൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ചെടികളാണ് വെക്കുന്നത്. ഇവിടെ നേരത്തെ ഇരുന്നത് ഒരു ചുവന്ന ട്രേ ആയിരുന്നേ. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടുണ്ട്. ഈ കമ്പിയുടെ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പിക്ക് പറ്റിയ ബോട്ടിൽസാണ് ഇനി ഇത് വെക്കേണ്ടത്. അപ്പം വർക്ക് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് കുപ്പിയൊക്കെ കഴുകി വെക്കണമായിരുന്നു. അപ്പോൾ പിന്നെ അതിലോട്ടങ്ങ് ഇറങ്ങിയേ. പിന്നെ ഇത് പിറ്റേ ദിവസമാണേ. അപ്പോൾ ഇവിടെ എനിക്ക് ഗ്രില്ലൊക്കെ ഒന്ന് പെയിൻറ്റ് അടിക്കണേ. ഇവിടെ നമുക്ക് പകൽ ലൈറ്റ് ഇടേണ്ട ആവശ്യം വരത്തില്ല കേട്ടോ. ഗ്രില്ലുള്ളതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുവേ. നമ്മൾ വീട്ടമ്മമാരുടെ സ്വർഗ്ഗമാണല്ലോ അടുക്കള എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അടുക്കളയിലോട്ടല്ലേ. അപ്പം അതൊന്നും എനിക്ക് സെറ്റാക്കി എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഭാഗത്തും കൂടി ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം സെറ്റിംഗ് ഒക്കെ കാണിച്ചു തരാം. അവിടെ പെയിൻറ്റിന് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. വാഷിംഗ് മെഷീനും കൂടി ഇവിടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സൗകര്യക്കുറവുണ്ട്. പിന്നെ 1-2 പേർക്ക് ഇന്ന് കുക്ക് ചെയ്യാനൊക്കെ പറ്റുമോ ഇവിടെ നിന്നിട്ട്. എന്നാലും ഇപ്പം സെറ്റ് ചെയ്തപ്പോഴത്തേനും കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ നമുക്ക് പുറത്ത് വെക്കാൻ സൗകര്യമൊക്കെ ഉണ്ട്. വലിയ പെയിൻറ്റ് അടിക്കാൻ നേരം ഇരുന്നിട്ടായിരുന്നേ. അപ്പോഴത്തേനും ഇവിടെ കുറച്ചും കൂടി നല്ല രീതിക്ക് അടിക്കാൻ പറ്റി. നിന്നുകൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കാലുവേദനയോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിലും കൂടി ഇനി അടിച്ചൊക്കെ കൊടുക്കണം. ബാക്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നില്ല അടിക്കുന്നത്. അപ്പോൾ പെയിൻറ്റ് അടിച്ചതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും കൂടി ഞാൻ ആ ഗ്രില്ലിലേക്ക് ഒന്ന് ജസ്റ്റ് പടർത്തിയിടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ നിൽക്കുവാണ്. ഇത് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പാടൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് അടിച്ചു വിട്ടാൽ മതി, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഈ മണി പ്ലാന്റ് ഒറിജിനൽ ലുക്ക് തന്നെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ കാണാനായിട്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നേ കിട്ടിയത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 132 3 പീസസ്സാണ് കിട്ടിയത്. പിന്നെ 4 പീസൊക്കെ വരുന്നതുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഡെലിവറി ടൈം കുറച്ചും കൂടി ലോങ് ആയിരുന്നേ. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് വേണതുകൊണ്ട് ഞാൻ ഇതങ്ങ് ഓർഡർ ചെയ്തതാണ്.
പക്ഷേ സാധനം സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നല്ല ഒറിജിനൽ ലുക്ക് തന്നെയാണ് തോന്നിക്കുന്നത്. ഇതാകുമ്പോഴത്തേനും അങ്ങ് കിടന്നോളും, വൃത്തിക്കും കിടന്നോളും. പിന്നെ അത് കണക്ക് തന്നെ നമുക്ക് ഇടയ്ക്ക് പോയി വെള്ളം ഒഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ വാടാണ്ട് നിന്നോളും. അതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ മറ്റേ ചെറിയ ചെടി ചട്ടിയിലൊക്കെ ഗ്രില്ലിലേക്ക് അടിച്ചിരുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ രീതിക്കൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് മടക്കും. പിന്നെ അത് കണക്ക് തന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിക്കാതെ അത് വാടിപ്പോവുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ഇതായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ബാക്കിലൂടെ പച്ചപ്പാണ്ട് അതിൻ്റെ ഭംഗിയൊന്നും കറക്റ്റിന് വീഡിയോയിൽ അറിയുന്നില്ല, അല്ലാണ്ട് കൊള്ളാം കേട്ടോ. പിന്നെ ഞാനവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ അതും കൂടി ഇവിടെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ആ താഴെ ആണെങ്കിൽ പെയിൻ്റ് അടിച്ചതൊക്കെ താഴെ ചെറുതായിട്ട് വീണുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 2 ചെടിയും കൂടി വെക്കുന്നുണ്ട്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒഴിച്ച് അത്രയും മതിയേ. അപ്പം ഫൈനലി അതും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽസ് ഒക്കെ എടുത്ത് വെക്കണേ. പച്ചക്കളർ അടപ്പ് വരുന്നത് തൈര് മേടിക്കുന്നതിൻ്റെ കുപ്പികളാണ്. അപ്പം അതിവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അതിലോട്ടൊക്കെ ആക്കി വെക്കാം. നമ്മളിവിടെ അംഗങ്ങൾ കുറവാണ്, അപ്പോഴത്തേനും നമുക്ക് ചെറിയ ചെറിയ പൊടികളൊക്കെ മതി. പിന്നെ വലിയ ബോട്ടിൽസിൽ ഞാൻ താഴെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ രീതിയിൽ ഒതുങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതാകുമ്പോഴത്തേനും എടുക്കാനും എളുപ്പമാണ്, ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോഴത്തേനും നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്താമല്ലോ. ഇത് ചെറിയ രീതിയിലൊരു സെറ്റിംഗ് ആണ്, വലിയ രീതിയല്ല. അപ്പം ഞാൻ ഉള്ള പ്രോഡക്റ്റും പിന്നെ ഒരു 2-3 പ്രോഡക്റ്റൊക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ള രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബായ്.